അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അപ്പം നമുക്കിത് പുതിയ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടീനിയൻ ചെടിയിൽ ഇതാ പുതിയ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. നല്ല മെറൂൺ കളറിൽ, പിന്നെ വൈറ്റ്, ലൈറ്റ് പിങ്ക്, അങ്ങനെയൊക്കെ മെറൂൺ കളറിൽ ലൈറ്റ് പിങ്ക് ഒക്കെ മിക്സായിട്ട് വരുന്ന കേട്ടോ. വൈറ്റ് ഒക്കെ മിക്സായിട്ട് വരുന്നൊരു പൂക്കളാണ്. 2-3 പൂക്കളെ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ. നല്ല 2 തട്ടോട് കൂടിയ പൂക്കൾ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ചെടിയും എന്താ പറയുക, കുറഞ്ഞ പൂക്കളെ ഉള്ളെങ്കിലും ചെടി അത്ര ആരോഗ്യമുള്ളൊരു ചെടിയാണ് കേട്ടോ. ഒരുപാട് ആരോഗ്യമുള്ള ചെടിയൊന്നുമല്ല. അപ്പോൾ പിന്നെ അത്ര പൂക്കളെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പിന്നെ അടുത്തൊരു വെറൈറ്റി ഇതാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ്. ഇതിപ്പോൾ വിരിഞ്ഞിട്ട് 2 ദിവസമായ ഒരു കളറാണ് കേട്ടോ. വിരിഞ്ഞ് വരുമ്പോൾ ഇതിൽ ഒന്നുകൂടി കൂടി ഒരു യെല്ലോ കളറ് വരും. അതും ചെടി വലിയ എന്താ പറയുക, ഒരുപാട് ആരോഗ്യമുള്ള ചെടിയൊന്നുമല്ല. പിന്നെ ലാസ്റ്റ് കൊഴിയാനായ ഫ്ലവർ ഇതാ ഈ ഒരു കളറിലേക്ക് മാറും കേട്ടോ. ഇതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. 2 ദിവസം മുമ്പാണെങ്കിൽ ഇതിൽ ഒന്നുകൂടി കൂടിയ കളറാണ് ഉണ്ടാവുക. ഇത് നമ്മളേതാണ്ട് കൊഴിയാനായ ഒരു പൂവാണ് കേട്ടോ. പിന്നെയും കളറിങ്ങനെ കുറേ പോയിക്കൊണ്ട് നിൽക്കും. അടുത്ത പൂ വരുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു വെറൈറ്റിയാണ് വരുന്നത്. ഇത് ഒരൊറ്റ പൂ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള പൂവ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, അധികവും വൈറ്റും റെഡും പിങ്കും ഒക്കെ മിക്സായിട്ട് വരുന്ന പൂക്കൾ തന്നെയാണ് ഉണ്ടാകുക. പിന്നെ എന്താ പറയുക, ഇത് അതുപോലെ തന്നെ ഉള്ളൊരു ചെടി. ഇതെല്ലാ പ്ലാന്റുകളും ഒരേ സമയത്ത് വാങ്ങിയ ചെടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.